ജിമ്മിലൊക്കെ പോയി നന്നായിട്ട് വെയിറ്റ് ഒക്കെ എടുത്ത് ട്രെയിൻ ചെയ്യുന്ന ആളുകളോട് കുറേ പേര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളിങ്ങനെ കുറേ വെയിറ്റ് ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ബോഡിക്ക് നല്ലതല്ല, നിങ്ങളുടെ ബോൺസിനും നിങ്ങളുടെ സ്പൈനും എല്ലാം ഫ്യൂച്ചറിൽ നല്ല പണി കിട്ടും. ഇങ്ങനെയൊക്കെ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലർക്ക് അതിൽ വലിയ അറിവില്ലാത്തതുകൊണ്ട് അവർ പറയണ കേട്ട് വലിയ വെയിറ്റ് ഒന്നും എടുക്കാണ്ട് പോകും. സത്യത്തിൽ നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു വെയിറ്റ് ലിഫ്റ്റിങ്ങിലൂടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കുന്ന രീതി കാരണം, നമ്മൾ എടുക്കുന്ന ഫോം തെറ്റായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇഞ്ചറീസ് വരുന്നത്. നിങ്ങൾ പ്രോഗ്രസീവ് ഓവർലോഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഓരോ വീക്കും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് കൂട്ടുക, ഇല്ലെങ്കിൽ നമ്പർ കൂട്ടുക, ചെയ്യുന്നതിൻ്റെ നമ്പർ കൂട്ടുക, ഇല്ലെങ്കിൽ വെയിറ്റ് കൂട്ടുക. അങ്ങനെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഓൾഡ് റെക്കോർഡ് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു 600-500 സംതിങ് കിലോന് ഡെഡ് ലിഫ്റ്റ് ഒക്കെ വരുന്നത്. അങ്ങനെ പ്രോഗ്രസീവ് ഓവർലോഡ് സത്യമായിട്ട് അങ്ങനെ പോകുകയാണെങ്കിൽ തന്നെ ആളുകൾ ഇപ്പം തന്നെ 10,000-2000 കിലോ വെയിറ്റ് ഡെഡ് ലിഫ്റ്റ് അടിക്കാൻ പറ്റുന്ന ആളുകൾ കാണുമല്ലോ നമ്മുടെ ഭൂമിയിൽ. അപ്പം എല്ലാത്തിനും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര നാച്ചുറലായിട്ട് പോവുകയാണെങ്കിൽ ഒരു വെയിറ്റ് കഴിഞ്ഞാൽ, ഒരു മാക്സിമം നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പൊക്കാൻ പറ്റിയെന്ന് വരത്തില്ല, നിങ്ങൾ എത്ര ശ്രമിച്ചാലും. അപ്പം നിങ്ങൾ വീണ്ടും ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ ഫോം തെറ്റിക്കുന്നതും, നിങ്ങൾ നടു വളച്ച് വെക്കുന്നതും, നിങ്ങൾ അൺസൈൻറ്റിഫിക് ആയിട്ടൊക്കെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇഞ്ചറി വരുന്നതും പെർമനൻറ്റ് ഇഞ്ചറീസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫോമിൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെയിറ്റിലേക്ക് നിങ്ങൾ പുഷ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. എന്ന് വെച്ച് ആദ്യത്തെ ദിവസം തന്നെ എല്ലാം കൂടി എടുത്ത് നിങ്ങൾക്ക് മാക്സിമം പുഷ് ചെയ്യാൻ നോക്കില്ല. പതുക്കെ ഗ്രാജുവലി പതുക്കെ പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് 1-2-3-4 വർഷം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം വെയിറ്റിലെത്താൻ നോക്കുക. അതും നല്ല കറക്റ്റ് ഫോമിൽ ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഒരു കാരണവശാലും ഒരു രീതിയിലും ഫോം തെറ്റിക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ ചെറിയ വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ രീതിയിലൊക്കെ ഫോം തെറ്റിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ വെയിറ്റ് കൂടുന്തോറും, വലിയ വെയിറ്റ് ചെയ്യുന്തോറും ചെറിയ എന്തെങ്കിലും നമ്മുടെ പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ഫോമിൽ ചെറിയ എന്തെങ്കിലും മാറ്റം, ചിലപ്പോൾ കൈ ഒന്ന് ജസ്റ്റ് ഒരു ഡിഗ്രിയിൽ വെക്കുന്ന ഒരു പൊസിഷൻ ആയിരിക്കും, അതുവരെ കറക്റ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ. എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പുഷ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ മാക്സിമം അതിൽ സ്ട്രോങ്ങർ ആയിട്ട് പതുക്കെ ടൈം എടുത്ത് ചെയ്താൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ഇനിയെങ്കിലും ആരെങ്കിലും ഈ കുറേ പേര് പറയുന്ന പോലെ ഈ ചെറിയ വെയിറ്റ് എടുത്ത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പതുക്കെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ല ഫോമിൽ ലിഫ്റ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അത് മാത്രമല്ല, കുറേ പേര് ഇങ്ങനെ കുറേ എക്സാമ്പിൾ പറയുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഡെഡ് ലിഫ്റ്റും ഭയങ്കരമായിട്ട് വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴാണ് നിങ്ങളുടെ നോസൊക്കെ ബ്ലീഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറൊക്കെ പൊട്ടുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോര വരുന്നത്, നിങ്ങളുടെ ഞരമ്പൊക്കെ പൊട്ടുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് വെയിറ്റ് എടുത്ത് കഴിയുമ്പോൾ, ഇത് ഈ പവർ ലിഫ്റ്റേഴ്സിലൊക്കെ കാണപ്പെടുന്നത്, അവർ ഏറ്റവും കൂടുതൽ വെയിറ്റ് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്വാസം ഹോൾഡ് ചെയ്യും. ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്വാസം ഹോൾഡ് ചെയ്യുമ്പോൾ, ബ്രീത്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെറിയ ന്യൂസൊക്കെ ഉണ്ട് നമ്മുടെ നോസിൽ, അതൊക്കെ പെട്ടെന്ന് ബേസ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ഈ ബ്ലഡ് വരുന്നത്. അത് ഒട്ടും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്ന ആളുകളിൽ അത് ഭയങ്കരമായിട്ട് വരുന്നത്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും പുഷ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഒരു പതുക്കെ നിങ്ങളുടെ ഒരു 80%, നിങ്ങൾക്ക് 75% നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതും. നിങ്ങൾക്കൊരു 8-12 റെപ്സ് വരെ കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ PR നിങ്ങളുടെ മാക്സിമത്തിലേക്ക് പുഷ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. കുറേ പേര് ഇൻ്റർനെറ്റിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, ഭയങ്കരമായിട്ട് വെയിറ്റ് എടുക്കുന്ന അൺനാച്ചുറൽ ആണ്. സത്യത്തിൽ നമ്മുടെ ബോഡിക്ക് കേപ്പബിൾ ആയതുകൊണ്ട് മാത്രമല്ല നമുക്കത് പറ്റുന്നത്. അപ്പം അത് അൺനാച്ചുറൽ എന്ന് പറയാൻ പറ്റത്തില്ല. അത് നമ്മൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പം ആ പറയുന്ന ആൾക്ക് ചിലപ്പോൾ അൺനാച്ചുറൽ ആയിരിക്കും, ആ പറയുന്ന ഒരാൾക്ക് ചിലപ്പം 100 കിലോ ഡെഡ് ലിഫ്റ്റ് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. പക്ഷെ അതേപോലെ തന്നെ അതേ വെയിറ്റുള്ള ഒരാൾ പ്രാക്ടീസിലൂടെ ഇതേ 100 കിലോ ഒരു 20 റപ്പെങ്കിലും ചെയ്യാൻ പറ്റും. അത് നമുക്ക് അൺനാച്ചുറൽ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ പ്രാക്ടീസിലൂടെ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്നതാണ്. അതൊരിക്കലും അൺനാച്ചുറൽ അല്ല. അതുകൊണ്ട് സേഫായിട്ട് നല്ല ഫോമിൽ പക്കാ ടെക്നിക്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലിഫ്റ്റ് ചെയ്യാം, എത്ര വെയിറ്റ് വേണമെങ്കിലും. അതുകൊണ്ട് ഈ അമ്മാവൻ ഐഡിയോളജി ഒക്കെ ഉണ്ടല്ലോ, ഈ ചില അമ്മാവന്മാർ പറയുന്ന ഐഡിയോളജിയൊക്കെ, ജിമ്മിനെ പറ്റിയൊക്കെ, അതൊന്നും നിങ്ങൾ മറ്റേ ചെവി കൂടെ കയറ്റി ഈ ചെവി കൂടെ കളയുക. എന്നിട്ട് പക്ക സയൻറ്റിഫിക് രീതിയിൽ തന്നെ എല്ലാം ഫോളോ ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക്സ്.